ചില വീട്ടമ്മമാരുടെ അവസ്ഥ ഇങ്ങനെയാണ്. അവരെല്ലാം ചെയ്യും കുടുംബത്തിന് വേണ്ടിയിട്ട്. രാവിലെ മുതൽ പണിയെടുക്കും, വീട്ടിൽ തന്നെ ആയിരിക്കും. ഓരോ ആൾക്കാരുടെ ഇഷ്ടം എന്താണ് അതിനനുസരിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കും, എല്ലാം ചെയ്യും, എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യും. ബട്ട് വീട്ടിലുള്ള ആൾക്ക് അവരൊന്നും അത്ര വലിയ പരിഗണനയോ മുൻഗണനയോ ഒന്നും കൊടുക്കത്തില്ല. വീട്ടമ്മമാരെ ഒരിക്കലും വാല്യൂ ചെയ്യാതെ പോലെയായിരിക്കും ഓരോ ആൾക്കാരും വീട്ടിലെ ആൾക്കാർ സംസാരിക്കുന്നത്. എന്തിനാ, ചിലപ്പോൾ ഹസ്ബൻഡ് തന്നെ അങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നത്, ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ. ഓ, ഇതെല്ലാം ആർക്കും ചെയ്യാം, ഇതൊന്നും വലിയ കാര്യമല്ല. ചിലപ്പോൾ ചില ഹസ്ബൻഡ് അവരുടെ ജോലി ഫ്രസ്ട്രേഷൻ വീട്ടമ്മമാരുടെ മേത്തായിരിക്കും ഇടുന്നത്. ഓ, നിനക്ക് ഇത്രയല്ലേ ചെയ്യാനുള്ളൂ, കാശ് ഉണ്ടാക്കുന്നതാണ് വലിയ കാര്യം, അല്ലാണ്ട് ഇവിടെ അടുക്കള ഭരിക്കുന്നതൊന്നും വലിയ കാര്യമില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പം അവർ ചെയ്യുന്ന വർക്കിന് ഒരു വില കൽപ്പിക്കാതെ ചെയ്യുന്ന ചില ഹസ്ബൻഡ് അല്ലെ ചില പാർട്ട്നേഴ്സ് ഉണ്ടാകും. ആൻഡ് ഇറ്റ്സ് വെരി ടോക്സിക്. ബട്ട് വീട്ടിൽ മാത്രം ജോലി ചെയ്യുന്ന അവർ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ, മക്കൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ ഹോൾ ലൈഫ് ഇവർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ബട്ട് ഇവർ കുറ്റം പറഞ്ഞാലും വയ്ക്കില്ല, ഐ എം സ്റ്റിൽ ഡൂയിങ് ഫോർ ദം എന്ന രീതിയിൽ വെക്കും. വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്? ഇറ്റ്സ് എഗെയിൻ ഇതിൻ്റെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഇൻ ദിയർ മാരീഡ് ലൈഫ്. ഈവൻ ബിഫോർ ദാറ്റ്, അവർ കുട്ടിയായിരുന്ന സമയത്ത് പോലും അവരതാണ് കാണുന്നത്. അതായത് അവരുടെ അമ്മ ഫുൾ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്യും മക്കളെ വളർത്താനും ഹസ്ബൻഡിനെ നോക്കാനും വേണ്ടിയിട്ട്. സ്വന്തം കാര്യം ഒരിക്കലും നോക്കില്ല. അപ്പം അവിടെ ഉണ്ടാകുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, മോസ്റ്റ് പ്രോബബ്ലി ദേ വിൽ ജസ്റ്റ് മേക്കപ്പ് എ മൈൻഡ്, ഇങ്ങനെയാണ് വീട്ടമ്മമാരെന്ന് പറഞ്ഞിട്ട്. ആൻഡ് ദേ വിൽ ജസ്റ്റ് ലിവ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ടാണ്, ഇല്ല എനിക്കിങ്ങനെ പറ്റില്ല, ഐ വിൽ സ്റ്റിക്ക് ഓൺ ടു ജോബ്, അല്ലെങ്കിൽ ഐ വിൽ ഹാവ് മൈ കരിയർ, എനിക്ക് വീട്ടിൽ മാത്രം ഒതുകണ്ടാണ്. ഈ ഒരു ടോക്സിസിറ്റി കണ്ട് വളർന്നത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ യു ഹീൽ യുവർ ഇന്നർ ചൈൽഡ്, നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ അൺമെറ്റ്, അൺസീൻ, അൺഹേർഡ് ആയിട്ടുള്ള എല്ലാ വോൺസിനെയും നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഹീൽ ചെയ്യുമ്പം വി ആർ ഏബിൾ ടു ലവ് അവർ സെൽഫ് ഓൾസോ. അവർ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബൗണ്ടറി ഇടാൻ പറ്റും. അവരെന്തെങ്കിലും പറയുമ്പോൾ നമുക്കും തിരിച്ച് പറയാനുള്ള ആ ശക്തി ഓട്ടോമാറ്റിക്കലി വരും നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുമ്പോൾ. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദ ലിങ്ക് ഈസ് ഇൻ ബയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് വായിച്ചാൽ മതി, തന്നെ ഹീൽ ചെയ്യാമെന്ന് നോക്കുന്നുണ്ടെങ്കിൽ റീഡ് ദിസ് ബുക്ക്.